നവകേരളമല്ല മഹിമയുടെയും നന്മയുടെയും കേരളമാണ് നമുക്ക് വേണ്ടതെന്ന് കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി. നവകേരളം പടുത്തുയർത്തുന്നവർ എന്ത് പരിശ്രമമാണ് ചെയ്യുന്നതെന്ന് യഥാസമയം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയാൻ കേരളത്തിന് അധികാരമില്ലാതായിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് നടക്കുന്ന 12ാമത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിലാണ് സമകാലിക വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരിയുടെ മുഖ്യപ്രഭാഷണം. നവകേരളമല്ല മഹിമയുടെയും നന്മയുടെയും കേരളമാണ് വേണ്ടത്. നവകേരളം പടുത്തുയർത്തുന്നവർ എന്ത് പരിശ്രമമാണ് ചെയ്യുന്നതെന്ന് യഥാസമയം തിരിച്ചറിയണമെന്നും സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. എപ്പോഴാണോ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് പിന്നോക്കം പോകുന്നത്, അപ്പോൾ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നഷ്ടപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടേതായ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് പിന്നോക്കം പോകുന്നുവോ, നമ്മുടേതായ തപസ്സിൽ നിന്ന് പിന്നോക്കം പോകുന്നുവോ, അറിയാതെ നമ്മുടെ കരുത്ത്, ഏതൊരു പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാനുള്ള കരുത്ത് നഷ്ടപ്പെട്ടു പോകുന്നുവോ. അതുകൊണ്ടല്ലേ നമ്മൾ പ്രശ്നങ്ങളെ കുറിച്ച് ഏറെ സംസാരിക്കുന്നവരായി തീരുന്നത്. നമ്മുടെ ചിന്തകളും വാക്കുകളും പരിഹാര കേന്ദ്രിതമാകട്ടെ, പ്രശ്ന കേന്ദ്രിതമല്ലാതിരിക്കട്ടെ. തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായ് സമ്മേളനത്തിന് ഭദ്രദീപം തെളിയിച്ചു. അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്ത് ചെയർമാനും ജനം TV MDയുമായ എസ് രാജശേഖരൻ നായർ അധ്യക്ഷനായ ചടങ്ങിൽ സ്വാമി ബ്രഹ്മപാദാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്വാമി അഭയാനന്ദ, തിരുമല ആനന്ദാശ്രമത്തിലെ സ്വാമി സുകുമാരാനന്ദ, ചെങ്കൽ ശിവപാർവതി ക്ഷേത്രം മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ, കാലടി ബോധാനന്ദാശ്രമം ആചാര്യൻ സ്വാമി ഹരിഹരാനന്ദ, മോഹൻദാസ് കോളേജ് ഡയറക്ടർ റാണി മോഹൻദാസ്, കൗൺസിലർ P അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന പരിപാടി അവതരിപ്പിച്ചു. ജനം, തിരുവനന്തപുരം.